2025 കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് MOF എന്ന ഒരു സാങ്കേതിക വിദ്യയ്ക്കാണ്. മരുഭൂമിയിൽ ജലം കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇതേ മരുഭൂമിയിലെ വായുവിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, വളരെ കുറഞ്ഞ ശതമാനത്തിലാണെന്ന് മാത്രം. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തെ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും, വലിയ അളവിൽ തന്നെ. പിന്നീട് നമുക്കത് കുടിക്കാൻ പോലും ഉപയോഗിക്കാനും കഴിയും. MOF കുറേയധികം മൈക്രോസ്കോപ്പിക് ക്രിസ്റ്റലുകളാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക്, കോപ്പർ, സിർക്കോണിയം തുടങ്ങിയ മെറ്റലുകളാണ്. ഈ മെറ്റലുകളെ പരസ്പരം യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ട് ഈ മെറ്റലുകളെ യോജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വളരെ വലിപ്പത്തിലുള്ള സുഷിരങ്ങളുണ്ടായിരിക്കും. വളരെ വലിപ്പമെന്ന് പറയുമ്പോൾ നാനോമീറ്റർ സ്കെയിലിൽ മാത്രമാണ് ആ വലിപ്പം വരുന്നത്. അതായത് വളരെ ചെറിയ വലിപ്പമാണ്. പക്ഷേ ആ മെറ്റലുകളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള സുഷിരമാണ്. ഈ സുഷിരം നമുക്ക് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ജലത്തിൻ്റെ കണത്തിന് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ മോളിക്യൂൾസിന് എത്രമാത്രം വലിപ്പമുണ്ടെന്ന് നമുക്കറിയാം. ആ വലിപ്പത്തോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സുഷിരങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതുപയോഗിച്ച് ജലത്തെ ശേഖരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? രാത്രിയിൽ ഇത്തരത്തിലുള്ള അനേകം മെറ്റൽ ക്രിസ്റ്റലുകളെ വായുവുമായിട്ട് നേരിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. രാത്രിയിൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലകണം പതിയെ ഈ ക്രിസ്റ്റലുകളുമായിട്ട് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ള അനേകം സുഷിരങ്ങളിലേക്ക് ഇത് എത്തപ്പെടും. MOF ക്രിസ്റ്റലുകളുടെ സർഫസ് ഏരിയ അത് നമ്മൾ ഊഹിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ്. ഒരു ടീസ്പൂൺ നിറയെ MOF ക്രിസ്റ്റലുകളെ എടുക്കുക. ആ MOF ക്രിസ്റ്റലുകളുടെ മാത്രം സർഫസ് ഏരിയ ഏതാണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വരും. ഇത്രയധികം സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് MOF ക്രിസ്റ്റലിന് പോലും ഒരുപാട് ജലത്തെ ശേഖരിക്കാൻ സാധിക്കും. എന്നാൽ വളരെ കുറച്ച് ക്രിസ്റ്റലുകൾ മാത്രമല്ല, നമുക്ക് എത്രമാത്രം ജലം ആവശ്യമുണ്ടോ അത്രത്തോളം ക്രിസ്റ്റലുകളാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. രാത്രിയിൽ മുഴുവനും അത് തുറസായ സ്ഥലത്തിരിക്കും. നേരം വെളുക്കുമ്പോഴും അത് അവിടെ തന്നെ ഇരിക്കും. എന്നാൽ നേരം വെളുക്കുമ്പോൾ സൂര്യപ്രകാശം അവിടെ എത്തിച്ചേരും. സൂര്യൻ്റെ ശക്തമായിട്ടുള്ള താപനില കൂടിയാകുമ്പോൾ ആ ക്രിസ്റ്റലുകളുടെ ഉള്ളിലിരിക്കുന്ന ജലം പതിയെ വെളിയിലേക്ക് വരും. എന്നാൽ എങ്ങനെയാണോ അകത്തേക്ക് കയറിയത് ആ രൂപത്തിലല്ല വെളിയിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ജലത്തിൻ്റെ വലിയൊരു സാന്നിധ്യം കുറേയധികം ക്രിസ്റ്റലുകളുടെ ഉള്ളിലുണ്ട്. അവയെല്ലാം ഒന്നിച്ച് വെളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ജലം ഹാർനസ് ചെയ്യാൻ സാധിക്കും.